വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇന്നത്തെ ഒരു FB പോസ്റ്റിലേക്കാണ്. നമ്മുടെ മധ്യവേനൽ അവധി എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിലാണ്. ഇത് കടുത്ത വേനൽക്കാലം കൂടിയിട്ടാണ്. ഈ സമയങ്ങളിൽ ക്ലാസ്സുകളുണ്ടെങ്കിൽ കുട്ടികൾ അനുഭവിക്കുന്ന ചൂടും അത്തരം പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ജൂൺ ജൂലൈ മാസത്തിലേക്ക് നമ്മുടെ ഈ അവധിക്കാലം മാറ്റിയാലോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്കറിയാം കനത്ത മഴയും നിരന്തര അവധികൾ പ്രഖ്യാപിക്കുന്നതും സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത്തരമൊരു അവധിക്കാലം ജൂൺ ജൂലൈയിലേക്ക് മാറ്റിയാൽ നമ്മുടെ മുമ്പിൽ എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടാകുമെന്നാണ് മന്ത്രി ചോദിച്ചിരിക്കുന്നത്. അതിൽ രക്ഷകർത്താക്കളും കുട്ടികൾക്കുമുള്ള ആശങ്ക നമ്മുടെ സിലബസ് അടക്കമുള്ള അല്ലെങ്കിൽ ബാക്കി ദേശീയ വിദ്യാഭ്യാസ ക്രമം അനുസരിച്ചിട്ട് നമ്മുടെ പരീക്ഷകളടക്കമുള്ള ഇതിനൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടോ, ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ എന്തൊക്കെയാണെന്നുള്ളൊരു വലിയ ചർച്ചയ്ക്കാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് തുടക്കമിട്ടിരിക്കുന്നത്. അജിംസെ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കാരണം ഒരു മധ്യവേനൽ അവധി നമുക്ക് എപ്പോഴും ഒരു ചൂടിൻ്റെയും ഇങ്ങനൊരു ഏപ്രിൽ മെയ് ആ ഒരു കാലമാണ് ഓർമ്മ വരുന്നത്. ഇതിനെ മാറ്റണമെന്നുള്ളൊരു ആവശ്യം ന്യായമായിട്ടും ഈ ജൂൺ ജൂലൈ മുൻനിർത്തി സമീപകാലങ്ങളിലെ കേരളത്തിലൊരു അവസ്ഥ കൂടിയും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഹൈലി ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മധ്യവേനൽ അവധി എന്ന് പറയുന്നത് നമ്മുടെ കൊളോണിയൽ കൾച്ചറുമായി ബന്ധപ്പെട്ടാണ്. ബ്രിട്ടീഷുകാരാണ് അത് തുടങ്ങിയത്. കാരണം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ചൂടിൽ ജോലി ചെയ്യുക അസാധ്യമായിരുന്നു. അവർ ആ സമയത്ത് അവധി പ്രഖ്യാപിച്ച് അങ്ങോട്ട് പോകും. നൈനിറ്റാളിലേക്കോ ഷിംലയിലേക്കോ ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ ഏർക്കാടിലേക്കോ പോയി അവിടെ പോയി സുഖമായി ജീവിക്കും. അപ്പോൾ അവർക്കത് പറ്റില്ലായിരുന്നു ഇത്രയും ചൂടും ഹ്യൂമിഡിറ്റിയും. അപ്പോൾ ഒന്നാമത്തെ കാരണം അതാണ്, അവരുടെ താല്പര്യമാണ് ആ സമയം തന്നെ എടുക്കാനുള്ള കാരണം. രണ്ട്, അതിന് വേറെ കൾച്ചറലായിട്ടുള്ള വേറെ കാര്യം കൂടിയാണ്. ഒന്ന്, ഈ ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിളവെടുപ്പ് കാലമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ വിളവെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിളവെടുക്കുന്ന കർഷകരെ സംബന്ധിച്ച് കുട്ടികൾ കൂടി വിളവെടുപ്പിൽ പങ്കാളികളാകേണ്ടി വരും. കാരണം ഒരു കുടുംബത്തിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വിളവെടുപ്പ് അവർക്ക് അസാധ്യമാണ്. കുട്ടികൾ കൂടി പങ്കാളികളാവുന്ന ഒരു വിളവെടുപ്പ് കാലമാണ്. അപ്പോൾ കുട്ടികളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് നമുക്കും, അതായത് സാധാരണ ബ്രിട്ടീഷുകാരല്ലാത്ത ഇന്ത്യക്കാർക്കും ഗുണകരമാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലായിടത്തും. ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവരുടെ അവധികൾ അവർ പ്രഖ്യാപിക്കും. ഒന്ന് ഈ പറയുന്ന ക്ലൈമറ്റിനനുസരിച്ച്, മറ്റൊന്ന് ഹാർവസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചു, ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർ അങ്ങനെയല്ല. ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഒരു അക്കാഡമിക് കലണ്ടർ അനുസരിച്ചാണ് അവരുടെ ഇത് വരിക, വെക്കേഷൻ വരുന്നത്. പിന്നെ അവരുടെ ചർച്ച് ഹോളിഡേയ്സാണ് അവരുടെ പ്രധാനപ്പെട്ട ഹോളിഡേയ്സ്. ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ മറ്റ് ഇപ്പോൾ എന്താ പറയുക, GCC രാജ്യങ്ങൾ നോക്കുക, നമുക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഈ ഡെസേർട്ടിലെ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട് വരുന്ന സമയത്താണ് അവരവിടെ വെക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഒരുപാട് പ്രവാസി കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ ഗൾഫിലുള്ള എൻ്റെ അനിയൻ്റെ കുട്ടികൾ വരുന്നത് മഴക്കാലത്താണ്. അവർ വെക്കേഷൻ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോവുക, അത് നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. കാരണം അവർ ഒരുമിച്ച് കളിക്കേണ്ട സമയത്ത് ഇവർ സ്കൂളിൽ പോകുന്നുണ്ടാവും. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ജൂൺ ജൂലൈ എന്ന് പറയുന്ന പ്രൊപ്പോസൽ നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അതിലൊരു പ്രശ്നം, ഒന്ന് കുട്ടികളുടെ അഭിപ്രായം ഇതിൽ വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ രാവിലെ ഷീത സംസാരിക്കുമ്പോൾ ഷീത പറയുന്നുണ്ട്, എൻ്റെ കുട്ടികൾ ഏപ്രിൽ മെയ് മാസത്തിൽ ഫുട്ബോൾ കളിക്കുന്നവരാണ്, അവരുടെ ആ ഫുട്ബോൾ കളി മഴയത്ത് നടക്കില്ല, അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പലർക്കും വ്യക്തിപരമായ പല കാരണങ്ങളായിരിക്കും. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ പ്രശ്നം അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് മഴക്കാലത്ത് ഈ മഴക്കെടുതികൾ മൂലം ധാരാളമായി സ്കൂളിന് അവധികൾ പ്രഖ്യാപിക്കേണ്ടി വരുന്നു. പല സ്കൂളുകളും ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി മാറുന്നു. അത് ഒരുപാട് സ്കൂൾ സമയം നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് വിദ്യാഭ്യാസം സംബന്ധിച്ച്. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ദുരിതം വേനൽക്കാലമാണോ മഴക്കാലമാണെന്ന് ചോദിച്ചാൽ, ഒരു ഡിസാസ്റ്റർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മഴക്കാലമാണ് നമുക്ക് കൂടുതൽ ദുരിതം ഉണ്ടാക്കുന്നത്. എങ്കിൽ ആ സമയത്ത് വെക്കേഷൻ കൊടുത്തുകൂടെ എന്നുള്ള ചിന്ത നല്ലതാണ്. പക്ഷേ അതിലൊരു കൺസേൺസ് ഉണ്ടാക്കാനും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച നടത്താനും സർക്കാരിന് കഴിഞ്ഞാൽ അത് സർക്കാരിനെ സംബന്ധിച്ച് ഗുണകരമാണ്. സർക്കാരിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് വളരെ നല്ലതായിരിക്കും അങ്ങനെ ആണെങ്കിൽ. പക്ഷേ എല്ലാവരും ഇതിന് സമ്മതിക്കുമോ? ഈ സ്കൂൾ സമയം നീട്ടിയപ്പോൾ ഉണ്ടായ എതിർപ്പുകളൊക്കെ നമുക്കറിയാം. മതസംഘടനകളിൽ നിന്ന് ഉൾപ്പെടെ എതിർപ്പുണ്ടായതറിയാം. അത്ര എതിർപ്പുകൾ ഇതിലുണ്ടാകുമോ നമുക്കറിയില്ല. എന്തായാലും സർക്കാരിന് അങ്ങനൊരു ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യാനും അതിലൊരു കൺസേൺസ് ഉണ്ടാകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സാർ, കാരണം ഈ ഏപ്രിൽ മെയ് എന്ന് വെച്ചാൽ കുട്ടികളുടെ മാനസികോല്ലാസം കൂടിയിട്ട് വളരെ പ്രധാനമാണ്. ഇതിൻ്റെ തജിം സാറാണൊക്കെ കുട്ടികളുടെ അഭിപ്രായം, അത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ FB പോസ്റ്റിൻ്റെ ഇടയിൽ എല്ലാ കുട്ടികൾക്കും ഒന്ന് പ്രതികരിക്കാൻ കഴിയണമെന്നില്ല. ഈ ജൂൺ ജൂലൈ ഇതണക്കുള്ള കനത്ത മഴയുള്ള സമയത്ത് കുട്ടികളെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരില്ലേ ഇത്തരം ഒരു അവധി? ഉറപ്പായിട്ടും അത് എനിക്കതിനോട് കാര്യമായി യോജിപ്പില്ല എന്നുള്ളതാണ്. കാര്യം മഴക്കാലത്ത് കുട്ടികൾ വീട്ടിലിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു വെക്കേഷൻ എന്ന് പറയുന്നത് അവർക്കൊരു ആഘോഷമാണ്. അത് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആഘോഷിക്കാൻ അവർക്ക് എവിടെയൊക്കെ പോകേണ്ടി വരും? അവർ ആഗ്രഹിക്കുന്ന പിന്നെ പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ, അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവാം, പലതും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് പിന്നെ അവരുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലമെന്ന് നമ്മൾ കാണാതിരുന്ന ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് മഴക്കാലത്താവുന്നത് വലിയ ബുദ്ധിമുട്ടാവും. പലതുകൊണ്ടും
പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചൂട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമശീതോഷ്ണ മേഖല എന്ന് നമുക്ക് പൊതുവെ പറയാൻ കഴിയുന്ന കേരളത്തെ പോലൊരു സ്ഥലത്ത് ഏതാണ് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പോൾ ചൂട് മഴക്കാലം തന്നെ എങ്ങനെയാണ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? അല്ല, ഓഗസ്റ്റിലേക്ക് നീണ്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ ഫ്ലഡ് തന്നെ വെള്ളപ്പൊക്കം തന്നെ നമുക്ക് വന്നത് ഓഗസ്റ്റിലാണ് കൂടുതലായിട്ടും ബാധിച്ചത്. അതുപോലെ തന്നെ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. കുറച്ച് നേരത്തെ ഇത്തവണ തുടങ്ങിയതുപോലെ മെയ് മാസത്തിൽ തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമുക്കില്ല. അതുകൊണ്ട് മഴക്കാലം എന്നാൽ ജൂൺ ജൂലൈ, ഇപ്പോൾ ഇത്തവണ ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴ പെയ്തു, ശരിയാണ്. അതേ കണക്കായിരിക്കണമെന്നല്ലേ ഇനിയിപ്പോൾ അടുത്ത വർഷം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ചൂട് നമ്മൾ ഏത് തരത്തിലാണ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുക? കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാവേണ്ടത് ആ കാലാവസ്ഥയിലാണ്. ഇല്ലെങ്കിൽ അത് വല്ലാതെ ബാധിക്കും, അവരുടെ പഠനത്തിനുള്ള അവരുടെ ശേഷിയെ ബാധിക്കുമെന്ന് അത് നമ്മൾ പറയുന്നത് മാത്രമല്ല, ശരിക്കും പഠിക്കേണ്ടതുണ്ട് അത് എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളത്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുട്ടികൾ ഈ ക്ലാസ്സിലിരുന്നിട്ട് എല്ലായിടത്തും പ്രോപ്പറായിട്ട് ഫാൻ ഉണ്ടാവുന്നു. ഫാൻ ഉണ്ടായാൽ തന്നെ അതിന് തണുപ്പ് കിട്ടണമെന്നില്ല, ചൂടായിരിക്കാം. അപ്പോൾ അധ്യാപകർക്കും കുട്ടികൾക്കും ഒരുപോലെ അത് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമായിരിക്കുമോ പഠിക്കാൻ നിർബന്ധിക്കപ്പെട്ടാൽ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സമയത്തിൻ്റെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, കുറേ കൂടി പഠിക്കാനുള്ള ദിവസങ്ങളുണ്ടായിട്ട് കാര്യമില്ല, കുട്ടികൾക്ക് അത് എത്ര കണ്ട് ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിലേതാണ് ശാസ്ത്രീയമായി ഇത് പൊതു അഭിപ്രായം അറിയുന്നതോടൊപ്പം തന്നെ ഇത് ഏറ്റവും നന്നായി അതിനകത്തൊരു എന്താ പറയുക, പലതരത്തിലുള്ള വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പഠനവും കൂടി ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒറ്റയടിക്ക് ആരുടെയെങ്കിലും എന്താ പറയുക ഒരു വോട്ടിട്ട് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പല ഘടകങ്ങളും അതിനകത്ത് പരിശോധിക്കേണ്ടത്. കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് ഏതാണ്, ഈ വെക്കേഷനാണോ അല്ല മറ്റേതാണോ എന്നുള്ളതൊക്കെ. ഇത്രയും കാലത്തെ ഒരു അനുഭവം കൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് മധ്യവേനലവധി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ചൂടായതുകൊണ്ടാണല്ലോ മധ്യവേനലിൽ നമുക്ക് അവധി കിട്ടുന്നത്. അതിനുവേണ്ടി മാത്രമാണല്ലോ അവധി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവധിയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് സംഭവിക്കുന്നത് ഈ വേനലിൻ്റെ ഒരു കാഠിന്യം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പഠനവും ഗവേഷണവും പൊതുവായിട്ടുള്ള ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഇത് മാത്രമല്ലാതെ പ്രോപ്പറായിട്ടുള്ള ഒരു സമിതിയെ വെച്ച് അത് പഠിച്ച് പൊതുജനാഭിപ്രായം കൂടി സ്വരൂപിച്ചിട്ട് വേണം ആലോചിക്കാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നോടിപ്പോൾ ഒരാൾ ചോദിക്കും നിങ്ങളുടെ കുട്ടിയെ വേനൽക്കാലത്ത് പഠിക്കാനായിരിക്കുമോ അതോ മഴക്കാലത്ത് അയക്കുമോ എന്ന് വെച്ചാൽ ഞാൻ മഴക്കാലത്ത് അതിന് വേണ്ടിയിട്ടുള്ള റിസ്ക് ഞാൻ എടുക്കണം. അതൊക്കെ ശരിയാണ്, കുറേ കൂടി കെയർഫുൾ ആവണം നമ്മൾ. മഴക്കാലത്ത് കുട്ടികൾ പുറത്തിറങ്ങി പോകുന്ന സമയത്ത് പലതരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഇനി പിള്ളേർ വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞാലും അവർ ഇരിക്കില്ല. മഴക്കാലത്തായിരിക്കും ഇവർ ബൈക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബൈക്ക്, ഇപ്പോൾ കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ല, എന്നാൽ തന്നെയും വേറെ ഏതെങ്കിലും രീതിയിൽ ഔട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ടാവുക. അപകടം കൂടുതലല്ലേ സാധ്യത. പിന്നെ നിറഞ്ഞു കിടക്കുന്ന ജലാശയങ്ങളിലും കുളങ്ങളിലും ഒക്കെ ഇവർക്ക് പോകാൻ അതും ഒരു സാധ്യതയാണ്. അങ്ങനെ പല ഘടകങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഒരു അന്തിമ തീരുമാനം എടുക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കുട്ടികളുടെ മാനസികാരോഗ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിന് വേനലാണോ മഴക്കാലമാണോ നല്ലതെന്ന് കൂടുതൽ ചർച്ചകൾ നടത്തി തന്നെ തീരുമാനിക്കട്ടെ.